بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى جميعهم والأنبياء والملائكة وعلى جميع الصحابة والقرابة والصالحين. والأصح تحريم نظر ذمية. ذمية നോക്കൽ ഹറാമാണ്. മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്ന കിതാബിയായ ദിയത്ത് കൊടുത്തുകൊണ്ട് ജിസിയ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഇവർക്കാണ് ദിമ്മി എന്ന് പറയുന്നത്. അപ്പൊ ദിമ്മിയായ സ്ത്രീ നോക്കൽ ഹറാമാണ്. വകുല്ലി കാഫിറത്തിൻ, ഏതൊരു കാഫിറായ സ്ത്രീയും നോക്കലും ഹറാമാണ്. വലോ ഹർബിയത്തൻ, ദിമ്മിയത്തല്ല ഹർബിയത്തായ കാഫിറാണെങ്കിലും ശരി. ഇലാമാ, ഒന്നിലേക്ക് നോക്കൽ ഹറാമാണ്. ലാ യബ്ദു, അത് വെളിവാകില്ല. ഫിൽ മഹ്ലത്തി, ഖിദ്മത്തിന്റെ സമയത്ത് വെളിവാകാത്തതിലേക്ക് നോക്കൽ ഹറാമാണ്. ഖിദ്മത്തിന്റെ സമയത്ത് വെളിവാകുന്നത് തലയും കൗത്തും രണ്ട് കൈകളുമാണ്, തോള് വരെ എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഖിദ്മത്തിന്റെ സമയത്ത് വെളിവാകാത്തതിലേക്ക് ദിമ്മിയത്തും അല്ലാത്തവരുമായ ഏതൊരു കാഫിറത്തായ സ്ത്രീയും നോക്കൽ ഹറാമാണ്. ബിൻ മുസ്ലിമത്തിൻ, മുസ്ലിമത്തായ സ്ത്രീയിൽ വൈരി സയ്യിദത്തിഹ വ മഹറമിഹ, ഈ കാഫിറത്തിന്റെ സയ്യിദത്ത് യജമാന അല്ലാത്ത, വ മഹറമിഹ കാഫിറത്തിന്റെ മഹറമും അല്ലാത്ത. അപ്പൊ മുസ്ലിമായ പെണ്ണിനെ കാഫിറായ പെണ്ണ് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്ത ഭാഗത്തേക്ക് നോക്കൽ ഹറാമാണ്. ഇവർ തമ്മിൽ അടിമയും യജമാനയും ആണെന്ന ബന്ധം, അല്ലെങ്കിൽ വിവാഹം നിഷിദ്ധമായ രൂപത്തിലുള്ള ബന്ധം, കുടുംബ ബന്ധമോ അതുപോലെയുള്ളതോ ഇല്ല. ലിമഫ്ഹൂമി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു തആലയുടെ വാക്കിന്റെ മഫ്ഹൂമിന് വേണ്ടി, ഔ നിസാഇഹിന്ന, അവരുടെ സ്ത്രീകൾ, അതായത് മുഅ്മിനീങ്ങളായ സ്ത്രീകൾ എന്നവിടെ പ്രത്യേകിച്ച് അല്ലാഹു തആല കൈത് കൊടുത്തു. അപ്പോ മുഅ്മിനത്തല്ലാത്ത സ്ത്രീകൾ ഇങ്ങോട്ട് നോക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ആ സ്ത്രീകളെ മുഅ്മിനായ സ്ത്രീകൾ എന്ന് കൈതാക്കുന്നതിൽ പ്രത്യേകിച്ച് ഫായിദ ഉണ്ടാകില്ല. ഫായിദ ഇല്ലാത്ത സാഹിത്യത്തിൽ വരില്ല. സാഹിത്യത്തിൽ ഏറ്റവും വലുതാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അങ്ങനെ ഒരു ഫായിദ ഇല്ലാത്ത വാക്കുകളില്ല. അപ്പൊ ഈ വാക്കിന്റെ മഫ്ഹൂമിന് വേണ്ടി വലി അന്നഹ, ലി മഫ്ഹൂമി ഖൗലി എന്നാൽ ലി മഫ്ഹൂമിലേക്ക് അർത്ഥം. ആ കാഫിറത്തായ സ്ത്രീ കത്തസിഫുഹാദി കാഫിരി, ചിലപ്പോൾ ഈ മുഅ്മിനത്തായ പെണ്ണിനെ പറ്റി കണ്ടാൽ അവളുടെ വിശേഷങ്ങളും ഗുണങ്ങളും സിഫത്തുകളുമെല്ലാം ഒരു കാഫിറായ പുരുഷന് പറഞ്ഞു കൊടുത്തുകൂടായികയില്ലല്ലോ. എങ്ങനെയാണ് കാഫിറായ പുരുഷൻ യഫ്തിനുഹ, ഇവളെ ഫിത്നയാക്കി. അപ്പൊ ഇവളെ ശല്യപ്പെടുത്തുന്ന, ഫിത്നയിലാക്കുന്ന ഏതെങ്കിലും കാഫിറിന് ഇവളെ പറ്റി അവൻ പറഞ്ഞു കൊടുക്കാനും സാധ്യതയുണ്ട്. രണ്ട് കാരണങ്ങൾ. വസഹ അൻ ഉമറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് സഹിയായി വന്നിട്ടുണ്ട്,
മൻഉഹാ മിൻ ദുഖൂലി ഹമ്മാം മാഹ, ഈ കാഫിറത്തിനെ തടയും മുഅ്മിനത്തായ പെണ്ണിന്റെ കൂടെ ബാത്റൂമിൽ പ്രവേശിക്കുന്നത്. വദുഖൂലു ദിമ്മിയ്യാത്ത്, ദിമ്മിയ്യത്തായ സ്ത്രീകൾ കടക്കൽ. അലാ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ റളിയല്ലാഹു തആല അൻഹുന്ന, അവയുടെ മേലിൽ ഈ ദിമ്മിയായ പെണ്ണുങ്ങൾ കടന്നിട്ടുണ്ടല്ലോ. അങ്ങനെ കടന്നത് എങ്ങനെയുള്ള അൽ വാരിദത്തു ഫിൽ അഹാദീസ്, ഹദീസുകളിൽ വന്നിരിക്കും. അൽ വാരിദത്തു എന്ന് താ കൊടുത്തുകൊണ്ടാണ് ഈ കിതാബിൽ കാണുന്നത്. ബാക്കി കിതാബ് പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പം അൽ വാരിദു താ ഇല്ലാതായിരിക്കും. ചിലപ്പം സഹീഹായ ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ദിമ്മിയത്തായ സ്ത്രീകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മേൽ കടന്നു ചെന്നു എന്ന് സഹീഹായ ഹദീസുകൾ വന്നത്. അത് ദലീലുമാ സഹഹാഹു, ഷൈഖാനി സഹീഹാക്കിയ ഒന്നിന്റെ തെളിവാണ്. മിൻ ഹില്ലി നദറിഹ മിൻഹ മാ യബ്ദു ഫിൽ മഹരത്തി. മിൻ ഹില്ലി നദറിഹ, ദിമ്മിയ്യത്ത് നോക്കൽ ഹലാലാണ് എന്നതിലാണ്. മിൻഹ മുസ്ലിമത്തിൽ നിന്നായ സ്ത്രീ, മാ യബ്ദു ഫിൽ മഹനത്തി, ഖിദ്മന്റെ സമയത്ത് വെളിവാകുന്നത്. ഖിദ്മന്റെ സമയത്ത് വെളിവാകുന്നത് നോക്കാം എന്നാണ് ഷൈഖാനി സഹിയാക്കി. ആ സഹിയാക്കിയതിന്റെ തെളിവാണ് ഈ പറഞ്ഞിരിക്കുന്ന ദിമ്മിയ്യാത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മേൽ കടന്നു വന്ന സംഭവങ്ങൾ. എന്നാൽ വാഴ്ത്തമത ജമ്മുൽ, ഒരു കൂട്ടം പണ്ഡിതന്മാർ ഫുഖഹാ ഇജ്തിഹാദ് ബലപ്പെടുത്തിയിട്ടുണ്ട്. നഖ്തലാഹുൽ മത്നു, മാ ഒന്നിനെ ഇഖ്തലാഹു അതിനെ തേടിയിരിക്കുന്നു, അൽ മത്നു മത്നു, മിൻ അന്നഹ മാഹ കൽ അജ്നബി, മിൻ അന്നഹ ആ ദിമ്മിയ്യത്ത് മാഹ മുസ്ലിമത്തോട് കൂടെ ആയ സിൽക്കൽ അജ്നബി അന്യ പുരുഷനെ പോലെയാണ്. മത്നിൽ ഇപ്പം എന്താണുള്ളത്? മത്നിൽ വൽ അസഹു തഹരീമു നദരി ദിമ്മിയ്യത്തിൻ ഇലാ മുസ്ലിമത്തിൻ എന്ന, ദിമ്മിയ്യത്ത് മുസ്ലിമത്തിനെ നോക്കൽ ഹറാമാണ് എന്നാണ് മത്നിൽ. അപ്പൊ അന്യ പുരുഷൻ നോക്കുന്നത് പോലെയാണ് എന്നാണ് ആ മത്തിന്റെ ലാഹിർ. എന്നാൽ ഈ മത്തിന്റെ ലാഹിർ അറിയിക്കുന്ന തേടിയതായ അതിനെ ഒരു കൂട്ടം ആളുകൾ ഫുഖഹാ ഇജ്തിഹാദ് ചെയ്തു. വാഫ്തൽ മുസന്നിഫു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഫത്വ നൽകിയിട്ടുണ്ട്. ഐ ബിനാഅൻ അലാ മാ ഫിൽ മത്നി, മത്നിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിന്റെ മേൽ എടുത്തതിന് വേണ്ടി, അല്ലെങ്കിൽ എടുക്കുന്നവരായ സ്ത്രീ ബിഹിർമത്തി കശ്ഫി നഹബി വജ്ഹിഹ ലിദിമ്മിയ്യത്തി, അവരുടെ മുഖം, മുസ്ലിമത്തിന്റെ മുഖം ദിമ്മിയ്യത്തായ കാഫിറിനെ കൊള്ളെ മുഖം പോലെയുള്ളത് വെളിവാക്കൽ ഹറാമാണ് എന്ന് മത്തിന്റെ ഈ ലാഹിർ പ്രകാരം. എന്താ കാരണം? അന്നഹ തുഈനുഹാ ബിഹി അലാ മാ യുഖ്ശാ മിൻഹു മഫ്സദത്തുൻ, ഈ മുസ്ലിമത്തായ പെണ്ണ് ഇങ്ങനെ മുഖം പോലെയുള്ളത് വെളിവാക്കി കാണിക്കൽ കൊണ്ട് അവളെ ദിമ്മിയത്തിനെ സഹായിക്കുന്നു. അലാമാ ഒന്നിന്റെ മേൽ, യുഖ്ശാ മിൻഹു ആ ഒന്നിനാൽ പേടിക്കപ്പെടുന്നു, മഫ്സദത്തുൻ ഒരു ഫസാദ്, അത് വസ്ഫുഹ അവള്, ഇവളെ പറ്റി പറഞ്ഞു കൊടുക്കലാണ് ലിമൻ ഒരുത്തനെ കൊണ്ട് ബിഹി, ചിലപ്പോൾ അതുകൊണ്ട് ആ അല്ലെങ്കിൽ ആ ഒരുത്തനെ കൊണ്ട് ഇവൾ ഫിത്നയിൽ അകപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുക എന്ന ഒരു ഫസാദ്, പേടിക്കപ്പെടുന്ന അതിൻ്റെ മേൽ അവളെ സഹായിക്കലുണ്ട്
അതേപോലെ വാലാ മുഹറമിൻ, ഹറാമായ കാര്യത്തിന്റെ മേലും സഹായിക്കലുണ്ട്. അപ്പൊ എങ്ങനെ ഹറാമായ? ഇവർ കാഫിറല്ലേ, അപ്പൊ കാഫിര്യങ്ങൾക്ക് ഹറാമുണ്ടോ? അതല്ലേ മത്തിൽ ആദ്യം പറഞ്ഞത്. കാഫിര്യങ്ങൾക്ക് ഹറാമുണ്ടായിട്ടാണല്ലോ മത്തിൽ ദിമ്മിയത്ത് നോക്കൽ ഹറാമാണ് എന്നാണ് അസഹ്. അപ്പോൾ കാഫിര്യങ്ങൾക്കും എന്തുണ്ട്? ഇവിടെ ഹറാമുണ്ട്. അതാ പറയും ഇതിൽ കാഫിറും മുക്കല്ലഫും ബിൽ ഫുറൂ. ഇത് കാരണം കാഫിർ മുക്കല്ലഫും ബിൽ ഫുറൂഇ ഇസ്ലാമിലുള്ള അസ്റുകൾ കൊണ്ട് മാത്രമല്ല ഫറുകൾ കൊണ്ടും കൽപ്പിക്കപ്പെട്ടവരാണ്. അസ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിഖാദിയായ വിഷയങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അതിന്റെ അനുബന്ധമായ അമലിയായ കാര്യങ്ങൾ കൊണ്ടും കാഫിർ കൽപ്പിക്കപ്പെട്ടവരാണ്. അലാമാമറ, മുമ്പ് കഴിഞ്ഞു പോയത് പ്രകാരമായത്. വലായഹറമു നദറു മുസ്ലിമത്തിലഹ, എന്നാൽ മുസ്ലിമത്തായ പെണ്ണ് ഈ കാഫിറത്തായ പെണ്ണിനെ തിരിച്ചു നോക്കണോ? അതാവാമട്ടോ? അതില്ല. ഖിലാഫൻ ലിമൻ തവഖഫ ഫീഹി, ആ വിഷയത്തെ പറ്റി ചില ആൾക്കാർ തവഖുഫായി, അത് ഹറാമാണോ അല്ലേ എന്ന് പറയാൻ അവർക്ക് തവഖുഫ്. അങ്ങനെ തവഖുഫായവർക്ക് എതിരായിട്ട് ഞാൻ പറയുന്നു. ഇത് കാരണം ലാ മഹദൂറ ബിവദിഹി, എന്തിന് തവഖുഫാകണം? ഒരു വിധേനയും അവിടെ മഹദൂറൊന്നുമില്ല. ഈ കാഫിറത്തായ പെണ്ണ്, ഉമ്മിയത്തായ പെണ്ണ് കാണുമ്പോൾ അതിന്റെ പേരിൽ പല ജാതി പ്രശ്നങ്ങളുണ്ട്. ഔലിസാഇഹിന്ന എന്ന് പറഞ്ഞ ആയത്തിന്റെ മഫ്ഹൂമ് കാഫിറത്തിലേക്ക് മുഅ്മിനത്ത് വെളിവാകാൻ പാടില്ല എന്നറിയിക്കുന്നുണ്ട്. അതിന് പുറമെ കാഫിറത്ത്, ഒരു പക്ഷേ കാഫിറിന് അള്ളാഹുവിനെ പഠിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേമാണെങ്കിൽ ഈ മുഅ്മിനത്തിനെ ശല്യപ്പെടുത്തുന്ന ആരിലേക്കെങ്കിലും ഒറ്റിക്കൊടുക്കാനുള്ള സംഭവങ്ങളും സാധ്യതയൊക്കെയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കാഫിറത്തിനെ മുഅ്മിനത്ത് കാണുന്നിടത്ത് ഇല്ല. ഫാസിഖത്തുൻ, അതുപോലെ തന്നെയാണ് ഫാസിഖത്തായ ബിസിഹാത്തിൻ, സിഹാത്ത് കൊണ്ടോ ഔ ഗൈരിഹി, അതല്ലാത്ത കൊണ്ടോ, കസിനൻ ജിന പോലെ, ഔ ഖിയാദത്തിൻ, അല്ലെങ്കിൽ ഖിയാദത്തിൽ ഏജന്റ് ആവൽ കൊണ്ടോ, അങ്ങനെ വരുമ്പോൾ ഫയഹ്റുമു തകശുഫു ലഹ, അങ്ങനെയുള്ളവരെ കൊണ്ട് വെളിവാകലും ഹറാമാണ്. കാഫിറത്തിനെ കൊണ്ട് വെളിവാകൽ ഹറാമായതുപോലെ മുസ്ലിമത്തായ പെണ്ണ് ഫാസിഖത്തായ പെണ്ണിലേക്ക് വെളിവാകലും, അതുപോലെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസി ആയി വർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവരെ കൊണ്ട് വെളിവാകലും ഹറാം. വൽ അസഹ് ജവാസു നദൽ മർഅത്തി ഇലാ ബദനി അജ്നബിയ്യിൻ, പെണ്ണ് അന്യപുരുഷന്റെ ശരീരത്തിലേക്ക് നോക്കൽ ജായിസ്. പെണ്ണ് അന്യപുരുഷന്റെ ശരീരത്തിലേക്ക് നോക്കൽ ജായിസ്. സിവാമാബൈന സുറത്തിഹി റുകുബത്തിഹി, അവന്റെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലാത്ത ഇടത്തേക്ക് നോക്കാം. സിവാഹുമ, മുട്ടുപൊക്കളും ഒഴികെയുള്ള, അവ മുട്ടുപൊക്കളും അതിന്റെ ഇടയിലുള്ളതും അല്ലാത്ത ഭാഗത്തേക്ക് സ്ത്രീക്ക് നോക്കാം. ആരിൽ നിന്ന്? പുരുഷനിൽ നിന്ന്. കാരണം പുരുഷന്റെ അവളത്ത് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുട്ടും പൊക്കളും അതും കൂടി അവറത്തായി കണ്ടാൽ, അപ്പൊ പിന്നെ മുട്ടും പൊക്കളും അതിന്റെ ഇടയ്ക്കുള്ളതും നോക്കാൻ പാടില്ല. അന്യ പുരുഷൻ്റെത്, അന്യ സ്ത്രീ അല്ലാത്തത് നോക്കാം. ഖമാമറ, ഇത് മുമ്പ് കഴിഞ്ഞു വരാൻ വേണ്ടി സിവാഹും മുട്ടും പൊക്കളും ആവറത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹിത്തിയാത്തിന് വേണ്ടി അത് ആവറത്തിന്റെ ഭാഗത്തിൽ എണ്ണുന്നതാണ്. അങ്ങനെ നോക്കൽ ജായിസാണ്. എപ്പോൾ? ഇല്ലം തഖഫ് ഫിത്നത്ത്, അങ്ങനെ നോക്കൽ കൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു ഫിത്നയും ഒന്നും അവൾക്ക് പേടിയില്ലെങ്കിലാണ്. വലാ നദറത്ത് ബിശഹ്വത്തിൻ, ഷഹ്വത്തോടും കൂടെ നോക്കിയിട്ടില്ലെങ്കിലുമാണ് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലാത്തത് നോക്കാം എന്ന് പറഞ്ഞത്. അതിന്റെ തെളിവ് ലിനദരി ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കിയില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കിയതിനു വേണ്ടി ആരെ നോക്കി? അൽ ഹബശത്ത്, ഹബശക്കാരെ നോക്കിയല്ലോ. യൽഅബുന, അവർ തന്നെ കളിക്കുന്നവരാസി ഫിൽ മസ്ജിദ്, പള്ളി. അപ്പോ ഹബശക്കാര് പള്ളിയിൽ കളിക്കുന്നവരാസി, അവർ അഭ്യാസ പ്രകടനം നടത്തുക. കളിക്കാൻ
സാധാരണ കളരിക്ക് സാധാരണ കളിയില പറയാം. അപ്പോൾ അത് മുമ്പേയുള്ള ഉപയോഗം അതാണ്. യൽഅബൂന ഫിൽ മസ്ജിദ്, പള്ളിയിൽ അവർ അഭ്യാസം കളിക്കുന്നവരായ നിലക്ക് ഹബശക്കാരിലേക്ക് ആര് നോക്കി? ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ഉമ്മുൽ മുഅ്മിനീൻ നോക്കിയേ. മാത്രമല്ല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, യത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യറാഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവരുടെ കളിയിലേക്ക് നോക്കുന്നത് കാണുകയും ചെയ്യുന്നു. അത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുന്നതിനെ അംഗീകരിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ തെളിവാകും. ആയിഷ ബീവി നോക്കിയ മാത്രം തെളിവാണ്. ആയിഷ ബീവി നോക്കിയതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കുക ചെയ്തില്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ അന്യപുരുഷന്മാരുടെ മുട്ടുപൊക്കളും അതിൻ്റെ ഇടയിലുള്ള സ്ഥലവും അല്ലാത്തത് ഫിത്നയും അതുപോലെ ഷഹ്വത്തൊന്നുമില്ലാതെ നോക്കാം എന്നല്ലേ? വഫാറക നദറുഹു ഇലൈഹ, വഫാറക ഇത് പിരിഞ്ഞു, നദറുഹു ഈ അന്യപുരുഷൻ നോക്കലിനോട് ഇലൈഹ ഇവരിലേക്ക്. അന്യപുരുഷൻ ഇങ്ങോട്ടൊക്കെ പാടില്ല. അന്യപുരുഷന് സ്ത്രീയിലേക്ക് നിയമല്ല, നോക്കാൻ പാടില്ല. അതിന്റെ വ്യത്യാസം അതിപ്പോ എന്റെ ബദനഹ ഔറത്ത്, അത് പെണ്ണിന്റെ ശരീരം ഔറത്തല്ലേ. അതുകൊണ്ട് നോക്കുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം ഔറത്ത് തന്നെയാണ്. മുഖവും മുങ്കയും നോക്കാൻ പാടില്ല എന്നാണ് മുമ്പ് യോ പറഞ്ഞത്. വനിത ഈ കാരണത്തിന് വേണ്ടിയാണ് വജബ സത്രുഹു, ആ ദേഹത്തെ മറക്കൽ നിർബന്ധമായത്. ഖിലാഫി ബദരി, അവന്റെ ബദലിന് മാറുകൊണ്ടായി. പുരുഷന്റെ ശരീരം ഔറത്തല്ലാത്തത് കൊണ്ട് പുരുഷന്റെ ശരീരം മുട്ടുപൊക്കവും അതിൻ്റെ ഇടയ്ക്കുള്ള മാത്രമല്ലേ മറക്ക നിർബന്ധമുള്ളൂ, ബാക്കിയുള്ള ഭാഗം മറക്ക നിർബന്ധമില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കാൻ, മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലം അല്ലാത്തത് നോക്കാം എന്ന് പറഞ്ഞത്. അതേ സ്ഥാനത്ത് സ്ത്രീയുടേത്, സ്ത്രീ മുഴുവനും മറക്കണം. എന്താണ് കാരണം? അത് മുഴുവനും ഔറത്താണ്. അതുകൊണ്ട് സ്ത്രീയുടെ ശരീരം നോക്കാൻ പാടില്ല എന്ന് ഉൾത്തു. എന്നാൽ ഞാൻ പറയുന്നു അൽ അസഹു അത്തഹരി, അസഹ് അത്തഹരീമു, സ്ത്രീ അന്യപുരുഷന്റെ ശരീരത്തിലേക്ക് നോക്കൽ ജായിസല്ല, അത് ഹറാം. ഏതുപോലെ? കഹുവ ഐക്കന്നറിഹി, അവൻ നോക്കും പോലെ, ഇലൈഹ അവളിലേക്ക്. അവൻ ഇങ്ങോട്ട് നോക്കൽ ഹറാമല്ലേ? അതേപോലെ അവൾ അവനെ നോക്കലും എന്താണ്? ഹറാമ് തന്നെയാണ് എന്ന്. അതാണ് അസഹ് എന്ന് ഇമാം നവവി പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞതോ? ആദ്യം പറഞ്ഞ ഇമാം റാഫി പറഞ്ഞത് അല്ലാഹു അഅലം. ലിൽ ഖബരി സഹീഹ്, സഹീഹായ ഹദീസ് വന്നതിന് വേണ്ടി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ മൈമൂനത വ ഉമ്മ സലമത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മൈമൂനയോടും ഉമ്മു സലമയോടും കൽപ്പിച്ചു. റളിയല്ലാഹു തആല അൻഹുമാ വ അൻഹുന്ന വഖദ് റആഹു, യത്രത്തിൽ അവ രണ്ടാളെയും, മൈമൂനയെയും ഉമ്മു സലമാനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരിക്കുന്നു. യൻദുറാനി, അവ രണ്ടാളും നോക്കുന്നവരായിട്ട്. ആരിലേക്ക്? ഇബ്നു ഉമ്മി മക്തൂമിൻ, ഇബ്നു ഉമ്മു മക്തൂമിലേക്ക് റളിയല്ലാഹു തആല. ഇബ്നു ഉമ്മു മക്തൂമിനെ എന്ന പുരുഷനെ കൊള്ളെ മൈമൂനയും ഉമ്മു സലമയും നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, ബിൽ ഇഹ്തിജാബി, നിങ്ങൾ മറയണം, മിൻഹു ഇബ്നു ഉമ്മു മക്തൂമിനെ തൊട്ട് എന്ന്. വഖാലത്ത് ലഹു ഉമ്മു സലമ, അത് പറഞ്ഞപ്പോൾ ഉമ്മു സലമാക്ക് പരിഷ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ ചോദിച്ചു, അലൈസ ഹുവ അഅമ, അദ്ദേഹം കണ്ടു കാണാത്ത ആളല്ലേ? ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്നത് കണ്ണ് കാണാത്ത ആളല്ലേ? ലാ യുബ്സു, അദ്ദേഹം ഞങ്ങളെന്ന് കാണൂലല്ലോ. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വെച്ചു, അഫ അമ്യാവാനി അൻതും, നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്ത കുരുടന്മാരാ, നിങ്ങൾ കുരുടന്മാരാണോ എന്ന് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമാനോടും മൈമൂനയോടും ചോദിച്ചു. തുബ്സറാനി അലസ്തുമാ തുബ്സറാനി, നിങ്ങൾ എന്താണോ, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെ അങ്ങോട്ട് കാണുന്നില്ലേ? അപ്പൊ എന്ത് കിട്ടിപ്പോ? അപ്പോ അങ്ങോട്ട് കാണാൻ പാടില്ല എന്ന് ഈ ഹദീസ് വ്യക്തമായി അറിയിച്ചല്ലോ. നേരത്തെ ലക്ഷ്യം പിടിച്ചിരിക്കുന്ന ഹദീസ് ഏതാ?
ആയിഷ ബീവി ഹബശക്കാരെ കളി നോക്കിയതാണ്. പറയാം വലൈസ ഫി ഹദീസി ആയിഷത്ത, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ ഇല്ല അന്നഹ നളറത്ത് വുജൂഹഹും വഅബ്ദാറഹും, ഹബശക്കാര് അഭ്യാസം കളിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ മുഖങ്ങളെ ശരീരങ്ങളെയും നോക്കി എന്നതിലില്ല. വൈന്നമ നളറത്ത് ലൈബഹും, അവരുടെ ലൈബിനെ മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടത്. വഹിറാബുഹും, അവരുടെ ആയുധങ്ങളെയും ആയുധം കൊണ്ടുള്ള കളി അത് മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ. വലാ യൽസമു മിൻഹു, അങ്ങനെ ഈ അഭ്യാസവും ആയുധങ്ങളും നോക്കലിനാൽ ലാസിമാകൂല തഅമ്മുദു നളരിൽ ബദനി, ശരീരത്തിന്റെ നോട്ടത്തെ മനഃപൂർവ്വം ചെയ്യൽ, അവരുടെ ശരീരത്തിലേക്ക് മനഃപൂർവ്വം നോക്കൽ അതുകൊണ്ട് വരില്ല. ഇനി വൈൻ വക്ക, അഥവാ ശരീരത്തിലേക്കുള്ള നോട്ടം ഇടയിൽ സംഭവിച്ചെങ്കിലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിലാ ഖസ്ദിൻ, ഉദ്ദേശം കൂടാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സറഫത്തുഹു ഹാലൻ, ആയിഷ റളിയല്ലാഹു അൻഹ തൽസമയം തന്നെ ആ നോട്ടത്തെ അവിടുന്ന് മാറ്റിക്കളയുകയും ചെയ്യും. അപ്പോ അവിടെ എന്തില്ല, അവിടെ ശരീരങ്ങൾ കണ്ടു എന്ന് അതിൽ വ്യക്തമായ തെളിവൊന്നുമില്ല. അല്ലെങ്കിൽ ഔ അന്നദാലിക ഖബല നുസൂലി ആയത്തിൽ ഹിജാബ്, അല്ലെങ്കിൽ ഈ നിയമം ഇറങ്ങുന്നതിന് മുമ്പാണ് ആ നോക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹ അബശക്കാരുടെ കളി കണ്ടത് എപ്പോഴാണ്? അത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങിയ ശേഷമാണ് ഇങ്ങനെ നോക്കാൻ പാടില്ല എന്ന് നിയമം വന്നത്. അപ്പൊ അതിന്റെ മുമ്പാകുമ്പോഴോ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് ഈ വിഷയത്തിൽ തെളിവല്ല. ഔ ആയിഷത്തു, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ലം തബ്ലുഗു മബ്ലഗ നിസായി, സ്ത്രീകളുടെ മബ്ലഗ് എത്തിച്ചിട്ടില്ല. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല. അതേപോലെ അങ്ങനെ ഒരു ആശിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രായവും ആയിട്ടില്ല. ചെറിയ കുഞ്ഞ് ആയ സമയത്താണ് ഈ സംഭവം. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ഈ അഭ്യാസം നടക്കുന്നത് അത് മദീനയിൽ വെച്ചാണ്. അപ്പൊ ഒരുപക്ഷെ ഈ സംഭവം നടന്നത് 7-ലോ 8-ലോ അല്ലെങ്കിൽ 9-ലോ ഒക്കെ ആകാം. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ സാധ്യത കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഹ്തിമാല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വാഖിയത്തുൽ ഫീലിയത്ത്, ഇതൊരു ഫീലിയായ വാഖിയത്ത്, ഇതിലൊരു ഇഹ്തിമാല് വന്നാൽ അതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഖാനൽ ജലാലുൽ മുൽഖീനി, ഇമാം ജലാലുൽ മുൽഖീനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, വമഖ്തദാഹുൽ മത്ലു, മത്ലു തേടിയതായ ഒന്ന്, മിൻ ഹിർബത്തി നളരിഹാ ലിവജ്ഹിഹി വയദൈഹി ബിലാ ശഹവത്തിൻ, ഈ സ്ത്രീ അന്യപുരുഷന്റെ മുഖത്തേക്കും 2 കൈകളിലേക്കും നോക്കൽ ഹറാമാണ് എന്നതിനാൽ ബിലാ ഷഹുവത്തിൻ, ഷഹുവത്തൊന്നും കൂടാതെയും, വൈദ അംരിൽ ഫിത്നത്തി, ഫിത്ന നിർഭയമാകുമ്പോഴും, ഫിത്നയെ പേടിയൊന്നുമില്ല, ഷഹുവത്തുമില്ല, ആ നിരക്ക് അന്യ സ്ത്രീ അന്യപുരുഷന്റെ മുഖത്തേക്കും 2 കൈകളിലേക്കും നോക്കൽ ഹറാമാണ് എന്നാണല്ലോ അൽ അസഹു അത്തഹരീമു എന്ന് മുസന്നിഫ് പറഞ്ഞ വാക്കുകൊണ്ട് വരിക. അപ്പൊ ആ തേടിയതായ ഒന്ന്, അതിനെപ്പറ്റി മുൽഖീനി ഇമാം പറയാം, ലം യഖുൽ ബിഹി അഹദ്, ആ അഭിപ്രായം ആരും പറയാത്തതാണല്ലോ. ഇങ്ങനൊരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. അസ്ഹാബിൽപ്പെട്ട ഒരാളും പറഞ്ഞിട്ടില്ല. അസ്ഹാബിൽപ്പെട്ട ഒരാളും പറയാത്തൊരു പുതിയ അഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെ ഷാഫി മദ്ഹബാക? ഇതാണ് ആര് ചോദിക്കുന്നത്? മുൽഖീനി. എന്നാൽ ഓർമ്മ, ഈ പറഞ്ഞ മുൽഖീനി ഇമാമിന്റെ ഈ പരാമർശം തള്ളപ്പെട്ടു. എന്തുകൊണ്ട്? ബി അന്നസ്തിദലാലോ, തീർച്ചയായും അസ്ഹാബ് ലക്ഷ്യം പിടിച്ചു.
ബിമ ഒന്നുകൊണ്ട് മറ അത് കഴിഞ്ഞു പോയിരിക്കുന്നു ഫി ഖിസ്സത്ത് ഇബ്നു ഉമ്മി മക്തൂബിൻ. ഇപ്പോൾ നമ്മൾ ഓതിയ ഇബ്നു ഉമ്മു മക്തൂബിന്റെ സംഭവത്തിൽ ഇബ്നു ഉമ്മു മക്തൂബിന് ഇവർ നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്നല്ലേ ചോദിച്ചത്, അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടി? നോക്കാൻ പാടില്ല എന്നല്ലേ. അങ്ങനെ ആ ലക്ഷ്യം പിടിച്ചത്. പിന്നെ വൽ ജവാബ, അവർ ജവാബ് പറഞ്ഞതും മിൻ ഹദീസ് ആയിഷത്ത, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിലെത്തി. ആയിഷ ബീവിന്റെ ഈ ഹദീസിനെ പറ്റി അതിങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കളി മാത്രമേ നോക്കിയിട്ടുള്ളൂ, ശരീരം നോക്കിയിട്ടില്ല. അഥവാ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ ആ നോട്ടത്തെ അവന്ന് മാറ്റും എന്നും, അതേപോലെ അത് ഹിജാബിന്റെ മുമ്പാണ് എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ ആയിഷ ബീവി അന്നേരം എന്തായില്ല, സാധാരണ ഒരു സ്ത്രീകൾക്കുള്ള പ്രായം എത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞതും സരീഹുൻ വ്യക്തമാണ്. ഫീ അന്നഹു ലാ ഫർഖ, ഒരു വ്യത്യാസവുമില്ല. സ്ത്രീയെ പുരുഷന് നോക്കാൻ പാടില്ല, അതേപോലെ തന്നെ സ്ത്രീക്ക് പുരുഷനെയും നോക്കാൻ പാടില്ല. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ മുഖവും മുങ്കയും അത് രണ്ടും അല്ലാത്തതും തമ്മിൽ ഫർക്കില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞ മുഖവും മുങ്കയാണ് പ്രത്യേകിച്ച് പോയി ചോദിച്ചു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മടക്കാൻ ലാ ഫർക്ക ബൈനൽ വജ്ഹി വൽ യദൈ വഗൈരി. മാത്രമല്ല വയറുന്നു ജലാലി മുൽഖീനി റഹ്മത്തുള്ളാഹിന്റെ ഈ പരാമർശത്തെ തള്ളിക്കളയും. അയ്യൻ വീണ്ടും ഖൗലു ബിൻ അബ്ദുസ്സലാം, ഇസ്സു ബിനു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹിന്റെ വാക്ക്, ജാസിമം ബിഹി, അതുകൊണ്ട് തറപ്പിച്ച് പറയുന്നവരായിട്ട്, ജസ്മൽ മദ്ഹബി, ഒരു മദ്ഹബിന്റെ തറപ്പിച്ച് പറയും. യജിബു അലർ റജുലി, എന്താ പറഞ്ഞത്? യജിബു അലർ റജുലി, പുരുഷന്റെ മേൽ ഹറാമാണ്. സദ്ദു താക്കത്തിൽ, ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുത് അടക്കൽ. എങ്ങനത്തെ പഴുതാണ്? തുഷ്രിഫുൽ മർഅത്തു മിൻഹ, ആ പഴുതിലൂടെ സ്ത്രീ ഇങ്ങനെ ഏന്തിപ്പാടി നോക്കും. അല്ലെങ്കിൽ ജാരി, പുരുഷന്മാരുടെ മേൽ. ഇല്ലം തന്തഹി, അവള് അതിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ പിന്നെ ഹീഹി, അവൻ നിരോധിക്കൽ കൊണ്ട്. പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ചെറിയ ഒരു പഴുത്, ഒരു തുളയുണ്ട്. ആ തുളയിലൂടെ അന്യ സ്ത്രീകൾ അങ്ങോട്ട് എത്തി നോക്കുന്ന സ്ഥലമുണ്ട്. ആ പെണ്ണിനോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് നിർത്തുന്നില്ല. ഇനി അത് അടച്ചെങ്കിൽ മാത്രമേ അത് ബന്ധമായി കിട്ടൂ എന്ന് വന്നാൽ അടക്കൽ നിർബന്ധമാണ് എന്ന്, അതാണ് മദ്ഹബ് എന്ന് തറപ്പിച്ചുകൊണ്ട് തന്നെ ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ അപ്പൊ ആ വാക്കുകൊണ്ടും എന്ത് വന്നു? പുരുഷന്മാരെ സ്ത്രീകൾക്ക് അന്യപരാണെങ്കിൽ നോക്കാൻ പാടില്ല. ഐ വഖദ് അലിമ മിൻഹ, എത്രത്തിൽ ആ പെണ്ണിൽ നിന്ന് ഇവൻ അറിഞ്ഞിട്ടുണ്ട്. താമ്പുതൻ നവലി ഇലൈ, പുരുഷന്മാരിലേക്ക് അവൾ മനഃപൂർവ്വം നോക്കൽ. ഞാൻ വഖദ് വലിമ അങ്ങനെ വയ്ക്കും. ഓ മറ, മുമ്പ് കഴിഞ്ഞു. നദ്ബു നവലിഹ ഇലൈഹി ദിൽ ഖിത്ബത്തി കഹുവ ഇലൈഹ, വിവാഹം ആലോചിക്കാൻ വേണ്ടിയാകുമ്പോൾ സ്ത്രീ പുരുഷനെ നോക്കലും പുരുഷൻ സ്ത്രീയെ നോക്കലും രണ്ടും സുന്നത്താണ് എന്നുള്ളത് മുമ്പ് കഴിഞ്ഞു. പെണ്ണിന്റെ മഹറമിലേക്ക്, വിവാഹം പാടില്ലാത്ത പുരുഷനിലേക്ക് നോക്കൽ. അത് തിക്കാക്ഷി, അതിന്റെ നേരെ അക്സ് പോലെയാണ്. അതായത് മഹറം അവളെ നോക്കും പോലെ. അങ്ങനെയാകുമ്പോൾ അങ്ങനെയാകുമ്പോൾ ആ മഹറമിൽ നിന്നായ നിലയ്ക്ക് സ്ത്രീക്ക് നോക്കാം. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ളത് അല്ലാത്തത് നോക്കാം. മുമ്പ് കഴിഞ്ഞു. ഇൽഹാഖുഹുമ, മുട്ടിലെയും പൊക്കളുടെയും ചേർക്കുന്ന വിഷയം. ബിമാ ബൈനഹുമ, രണ്ടിന്റെയും ഇടയിലുള്ളതിനോട്.
അപ്പം മുട്ടും പൊക്കളും നോക്കാൻ പാടില്ല, ഇടക്കുള്ളത് നോക്കാൻ പാടില്ല. ഈ നോക്കുന്ന ഇടത്ത് മുട്ടും പൊക്കളും മുട്ടുപൊക്കലിന്റെ ഇടക്കുള്ള അതുപോലെ തന്നെയാണ് എന്ന് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഖിലാഫല്ലിമ യൂഹിമുഹു കലാമു ഷാരിഹിൻ. ഖിലാഫല്ലിമ ഒന്നിന് എതിരായിട്ട് ഞാൻ പറയുന്നു. യൂഹിമുഹു അതിനെ തോന്നിപ്പിക്കുന്നു ഒരു ഷാരിഹിന്റെ കലാം. ഏതോ ഒരു ഷാരിഹി ഇവിടെ ഷെറ ചെയ്തപ്പോൾ ഇവിടെ വന്ന് മുട്ടും പൊക്കളും ഇവിടെ നോക്കുന്നതിന് കുഴപ്പമില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല. അപ്പോ പെണ്ണിന്റെ മഹറമിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ മഹറം ആ പെണ്ണിലേക്ക് നോക്കുന്നത് പോലെയാണ്. അപ്പൊ മുട്ടുപൊക്കളുടെ ഇടയിലുള്ളത് നോക്കാൻ പാടില്ല, അല്ലാത്തത് കാണാം. അപ്പൊ മത്താ ഹറമൻ നദർ, നോക്കൽ എപ്പോൾ ഹറാമായോ? നോക്കാൻ പാടില്ല എന്ന് വന്നാൽ ഹറമുൽ ബസ്സും, തുടരും ഹറാമാണ്. ബിലാഹായിനിൻ, മറ കൂടാതെ. വക്കഥാ മാഹു, എങ്ങനെ തന്നെ മറയോടുകൂടെയും തൊടൽ ഹറാമാണ്. ഇൻ ഹാഫ ഫിത്നത്തൻ, അങ്ങനെ തൊടൽ കൊണ്ട് വല്ല ഫിത്നയും പേടിക്കുകയാണെങ്കിൽ. ബൽ വൈൻ അമിന, എന്നല്ല ഫിത്ന നിർഭയമായാലും അങ്ങനെ തന്നെയാണ്. അലാമാ മറ, മുമ്പ് കഴിഞ്ഞത് പ്രകാരം. മുമ്പ് ഈ വിഷയം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നത്തെ പാഠം. ബലിൽ മസ്സു ഔലാ ബിൽ ഹിർബത്തി, എന്നല്ല ഈ മസ് അതാണ് ഹിർബത്ത് കൊണ്ട്, ഹറാമാകൽ കൊണ്ട് ഔല. ലിഅന്നഹു അബ്ലഗു ഫീ ഇസാറത്തി ശഹ്വത്തി. അപ്പൊ നോക്കൽ ഹറാമാകുന്നതിനേക്കാൾ ഹറാമാകാൻ ഏറ്റവും ബന്ധപ്പെട്ടത് തൊടലാണ്. ഈ ശഹ്വത്തിനെ ഇടയ്ക്ക് പുറപ്പെടുവിക്കുന്നതിൽ അങ്ങേ അറ്റത്ത് എത്തുന്നതാണ് നോട്ടത്തെക്കാൾ ഈ തൊടൽ. ഇത് ലൗ അഞ്ചരബി അർത്ഥ. എന്താണ് കാരണം? ഒരാൾ നോമ്പുള്ള ഒരാൾ ഈ തൊടൽ കാരണമായി അയാൾക്ക് ഇൻസാൽ ഉണ്ടായി കഴിഞ്ഞാൽ അഫ്തർ. അഫ്തറ, നോമ്പ് മുറി. ഔ പിന്നെ അതൊരു നോക്കൽ കൊണ്ടാണ് ഇൻസാലാതെങ്കിലോ ഫല മുറി. വയഹറുമു മസ്സു ഷൈഇൻ മിൻ അംറദി അലാ മാ മറ, അംറദിൽ നിന്ന് വല്ലതും തൊടലും അങ്ങനെ തന്നെയാണ്. അലാ മാ മറ, ഇന്നലെ കഴിഞ്ഞു പോയാൽ പ്രകാരം. അതേപോലെ ഒമിൻ അവറത്തിൽ മുമാസിൽ, അവിൽ മഹറം. അതുപോലെ മുമാസിലിന്റെ അവറത്തിൽ നിന്ന് വരും. മുമാസിലിന് തുല്യമായ ആൾ. അപ്പൊ പുരുഷനോട് തുല്യമായത്, പുരുഷനോട് തുല്യമായ ആള് പുരുഷൻ തന്നെ, സ്ത്രീയോട് തുല്യമായ സ്ത്രീ തന്നെ. അവൻ മഹറമി അല്ലെങ്കിൽ മഹറമിന്റെ അവറത്തിൽ വല്ലതും തൊടലും അങ്ങനെ തന്നെ ഹറാം. വഖദ് ഹറമുൻ നദറു ദൂനൽ മസ്സി, ചിലപ്പോൾ നോട്ടം ഹറാമാകുന്ന സ്ഥലമുണ്ട്. ദൂനൽ മസ്സി, തൊടൽ ഹറാമാകുന്നില്ല. നോട്ടം ഹറാമാകുന്നു, തൊടൽ ഹറാമാകുന്നില്ല. അങ്ങനത്തെ സന്ദർഭം ഉണ്ടാകും. ഉദാഹരണം, കാൻ അംകര തബീബൻ, ഒരു തബീബിന്, ഒരു ഡോക്ടർക്ക് സാധ്യമായി മാരിഫത്തുൽ ഇല്ലത്തി, രോഗത്തിന്റെ പറ്റിയുള്ള അറിവ്, ബിൽ മസ്സി, തൊട്ട് നോക്കൽ കൊണ്ട്, ഫക്കത്ത്, അതുകൊണ്ട് മാത്രമേ അറിയൂ. നോക്കൽ കൊണ്ട് രോഗത്തെ പറ്റി അറിയാൻ കഴിയില്ല, തൊട്ട് നോക്കിയാൽ രോഗത്തെ പറ്റി അറിയാൻ കഴിയും. അങ്ങനെ വന്നിടത്ത് ഡോക്ടർക്ക്, വൈദ്യർക്ക്, ചികിത്സിക്കുന്ന ആൾക്ക് നോക്കാൻ പാടില്ല, തൊട്ട് നോക്കാം. അപ്പൊ സന്ദർഭം പോലെ ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാകും. അതേപോലെ വക്ക ഇർവി അജ്നബിയത്തി മുബാൽ, ഒരു അന്യ സ്ത്രീ ഇവിടെ മുബാനായൊരംഗം, ഒരു അന്യ സ്ത്രീയുടെ കൈ മുറിഞ്ഞു പോന്നു, കാല് മുറിഞ്ഞു പോന്നു, അത് വേർപ്പെടുത്തിയിരിക്കുന്ന അംഗം. ആ അംഗം യഹറുമു നദറുഹു ഫഖത്ത്,
അത് നോക്കൽ മാത്രമേ ഹറാമുള്ളൂ. അവിടെ നിന്നില്ല, തൊടൽ ഹറാമില്ല. അതുപോലെ ദുബുൽ ഹലീലത്തിൽ, ഹലീലത്തിന്റെ ദുബുൽ അത് പോലെ യഹറമു നദറുഹു, അത് നോക്കാൻ പറ്റുമോ? നോക്കൽ ഹറാമാണെന്ന് ഒരു അഭിപ്രായം. ഐ അലാ വഈഫ്, അത് വഈഫായ അഭിപ്രായം. അത് പ്രകാരം വൽ അസഹു, അസഹ് ഹുർമത്തുഹുമാ ഫിൽ അവലി വജവാസുഹുമാ ഫിൽ താനി. അസഹ് രണ്ടും ഹറാമാണ്, നോക്കലും തൊടലും ഹറാമാണ്. ഫിൽ അവലി, ഒന്നാമത്തെ അടുത്ത്, അതായത് അന്യ പെണ്ണിന്റെ വേർപെട്ടിരിക്കുന്ന അംഗത്തെ പറ്റി നേരത്തെ പറഞ്ഞു. തൊടൽ ഹറാമില്ല, നോക്കലേ ഹറാമുള്ളൂ. അത് വൈഫാണ്. അവിടെ തൊടലും നോക്കലും രണ്ടും ഹറാം. അതേപോലെ ജവാസുഹുമ, രണ്ടും ജായിസാണ്. തൊടലും നോക്കലും ജായിസാണ്. ഫിത്താനി, രണ്ടാമത്തെ അടുത്ത്, അതായത് ഹലീലത്തിന്റെ രൂപം, അത് കാണലും തൊടലും രണ്ടും ജായിസാണ്. വമാ അഫ്ഹമഹുൽ മത്തുൻ, മത്തിന് അറിയിച്ചിരിക്കുന്നുണ്ട്. അന്നഹു ഹൈസു ഹല്ലൽ നദറു ഹല്ലൽ മസ്സു. എന്താ അറിയിച്ചത്? നോക്കൽ ഹലാലാകുന്ന നേരത്ത് തൊടലും ഹലാലാകും. നോക്കൽ ഹലാലാകുമ്പോൾ തൊടലും ഹലാലാകും എന്ന് അറിയിച്ചത് അത് അഗലബിയാണ്. അതും അഗലബിയാണ്. അധികം അങ്ങനെയാണ്. അത് കുല്ലിയല്ല, അഗലബിയാണ്. അധിക സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ ഫലാ യഹില്ലു ലി റജുലിൻ, ഒരു ഒറ്റ പുരുഷനും ഹലാലല്ല മസ്സു വജ്ഹി അജ്നബിയ്യത്തിൻ, അന്യ പെണ്ണിന്റെ മുഖം തൊടൽ. അന്യ പെണ്ണിന്റെ മുഖം തൊടൽ ഒരു പുരുഷനും ഹലാലല്ല. വൈൻ ഹല്ല നദറുഹു ലിനഅബി ഖിത്ബത്തിൻ ഔ ഷഹാദത്തിൻ ഔ താലീം, ആ മുഖം നോക്കൽ ഹലാലാണെങ്കിലും ലിനഅബി ഖിത്ബത്തിൻ, വിവാഹാലോചന പോലെയുള്ള ആവശ്യത്തിന് വേണ്ടി, ഔ ഷഹാദത്തിൻ, അല്ലെങ്കിൽ സാക്ഷ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, സാക്ഷി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഔ താലീമിൻ, പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നോക്കൽ ഹലാലാണെങ്കിലും അവിടെ എന്താവൂല, തൊടൽ ഹലാലാവൂല. അതേപോലെ വലാബി സയ്യിദത്തിൽ, ഒരു യജമാന സ്ത്രീക്കും ഹലാലല്ല മസ്സു ഷൈഇൻ മിൻ ബദനി അബ്ദിഹ, അവളുടെ അടിമയുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം പോലും തൊടൽ ഹലാലല്ല. നോക്കൽ പറ്റുമല്ലോ, നോക്കൽ പറ്റും. അതേപോലെ അക്സുഹു, അതിന്റെ അക്സും ഹലാലല്ല, അതിന്റെ എതിർ. അതായത് യജമാന സ്ത്രീയുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും തൊടാൻ അടിമക്ക് അനുവദനീയം ഇല്ല. വൈൻ ഹല്ലൻ നദറു, നോക്കൽ അവിടെ ഹലാലാണെങ്കിലും ശരി. വക്കത, അങ്ങനെ തന്നെ അൽ മംസൂഹ്, മംസൂഹായ പുരുഷൻ, അവന്റെ ലിംഗവും എല്ലാം ഛേദിക്കപ്പെട്ട ആളാണില്ല. അങ്ങനെ ഛേദിക്കപ്പെട്ട പുരുഷനാണെങ്കിൽ ആ പുരുഷന് നോക്കൽ കുഴപ്പമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാലും തൊടാൻ പറ്റും. കമാമറ, ഇതെല്ലാം മുമ്പ് കഴിഞ്ഞു. ഒമാ കീല, എന്നാ പറയപ്പെട്ട ഒന്ന്. വക്കത, ഇങ്ങനെ തന്നെയാണ് മുമൈസ്, ഗൈറു മുറാഹിക്ക്, മുറാഹിക്ക് അല്ലാത്ത, മുറാഹിക്ക് പ്രായപൂർത്തി ആകാൻ അടുത്തിരിക്കുന്ന ആളല്ലാത്ത മുമൈസായ കുട്ടി. ലാ യഹില്ലു മസ്സുഹു, തൊടൽ ഹലാലല്ല. വൈൻ ഹല്ല നദറു, നോക്കൽ ഹലാലാണെങ്കിൽ, നോക്കൽ ഹലാലാണെങ്കിൽ
തൊടൽ ഹലാലല്ല എന്ന് പറഞ്ഞ ഒന്നാകുന്നത് മർദൂദ്, അത് മർദൂദാണ്. അപ്പോ മുമൈസിന് നോക്കൽ ഹലാലായ മുമൈസാകുമ്പോൾ തൊടലും ഹലാലാണ്. വമാ ഹല്ല നളറുഹു ബിൽ മഹറം. ഇനി ഈ മഹറമിൽ നിന്ന് ഹലാലായ ഒന്ന്, മഹറമിൽ നിന്ന് ഹലാലായ ഒന്ന്, നേരത്തെ പറഞ്ഞു ഫലാ യഹില്ലു ലിറജുലി, പുരുഷന് ഹലാലല്ല മസ്സു വജ്ഹി അജ്നബിയ്യൻ, അന്യ സ്ത്രീയുടെ മുഖം തൊടൽ ഹറാം, ഹലാലല്ല, അത് ഹറാം. അപ്പൊ അതേപോലെ ഒമാ യഹില്ലു നളറുഹു ബിൽ മഹറം, ഈ മഹറമിൽ നിന്ന് നോക്കൽ ഹലാലായ ഒന്നുപോലെയും. അപ്പൊ ഫലാ യഹില്ലു ലിറജുലിൻ മസ്സു വജ്ഹി അജ്നബിയ്യത്തിൻ, പുരുഷന് ഹലാലല്ല അന്യ സ്ത്രീയുടെ മുഖം തൊടൽ. അതേപോലെ ഒമാ ഹല്ല നളറുഹു, നോക്കൽ ഹലാലായത് തൊടൽ, ബിൽ മഹറമി, മഹറമിൽ നാസി ഖദ് ലാ യഹില്ലു മസ്സുഹു, ചിലപ്പോൾ അത് തൊടൽ ഹലാലാകും. ഇനി വേണമെങ്കിൽ ഇവിടെ ഒമാ ഒന്ന് ഹല്ല, അത് ഹലാലായിരിക്കുന്നു, നളറുഹു ആ ഒന്ന് നോക്കൽ, ബിൽ മഹറമി, മഹറമിൽ നിന്നായ സ്ഥിൽ നോക്കൽ ഹറാമായ ഒന്ന്, മഹറമിനാലായ സ്ഥിൽ കാണൽ ഹലാലായ ഒന്നാകുന്നത് ഖദ് ലാ യഹില്ലു മസ്സുഹു, ചിലപ്പോൾ അത് തൊടൽ ഹലാലാകൂല. അങ്ങനെ ആക്കി ഇറാബ് ചെയ്യാം. അങ്ങനെ ആക്കി ഇറാബ് ചെയ്യുമ്പോൾ അത്തഫാണ് ഇവർക്ക് അത്തഫ്. ഫലാ യഹില്ലു ലിറജുലിൻ എന്ന് പറഞ്ഞ ലാ യഹില്ലു എന്ന് പറഞ്ഞ ഫീലിയ ജുംലയിലേക്ക് അത്തഫാണ്. ഫീലിയ ജുംലയിലേക്ക് അത്തഫാക്കി എന്തിനെ മാ ഹല്ല നളറുഹു ഖദ് ലാ യഹില്ലു മസ്സുഹു എന്ന് പറഞ്ഞ് ഇസ്മിയായി അവർക്ക് അത്തഫാക്കി. ഇതുപോലെയൊക്കെ ബത്തനിഹ, അവളുടെ പള്ള പോലെ, പള്ള കാണാൻ പറ്റും. വരിജിലിഹ, അവളുടെ കാല് പോലെ. അതേപോലെ തഖ്ബീലുഹ, അവൾ ചുംബിക്കൽ. ചുംബിക്കലും എന്തല്ല ഹലാലാകില്ല. ഇതൊക്കെ തഫാക്കണം. ഖദ് ലാ യഹില്ലു മസ്സു എന്ന് പറഞ്ഞ ആ മസ്സിലേക്ക് ബിലാ ഹായിലിൻ മറ കൂടാ, ലി ഹാജത്തിൽ വലാ ഷഫഖത്ത്, ആവശ്യവും ഇല്ല, അതേപോലെ ഷഫഖത്തുമില്ല. ആവശ്യവുമില്ല, ഷഫഖത്തുമില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ, വാത്സല്യം കൊണ്ടാണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ പറ്റും. അതൊന്നും കൂടാതെ, ആവശ്യമെന്ന് പറഞ്ഞാലിപ്പോൾ ചിലപ്പോൾ മഹറമായ ആൾക്കാർക്ക് എന്തോ ഒരു കാലിന് കടച്ചിലുണ്ട്, അതൊന്ന് ഒഴിഞ്ഞു കൊടുക്കും, അത് ആവശ്യമാണ്, അത് പറ്റും. അങ്ങനെ വല്ല ആവശ്യമുണ്ടെങ്കിൽ പറ്റും. ബൽ വക്കയതിഹ എന്ന് മാത്രമല്ല, അവരുടെ കൈ പോലെ അലാ മഖ്തദത്തുഹു ഇബാറത്ത് റൗദ, റൗദയുടെ ഇബാറത്ത് തേടിയത് പ്രകാരം. അപ്പോൾ കൈ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാനൊന്നും പാടില്ല, ചുംബിക്കാനും പാടില്ല. ലാക്കിൻ ഖാലൽ ഇസ്നവി, പക്ഷേ ഇസ്നവി ഇമാമ് പറഞ്ഞു ഇന്നഹു ഖിലാഫു ഇജ്മാഇൽ ഉമ്മത്ത്, ഇത് റൗദന്റെ ഇബാറത്ത് തേടിയ ഈ ഒന്ന് ഉമ്മത്തിന്റെ ഇജ്മാഇന്റെ എതിരാണ് എന്ന് ഇസ്നവി ഇമാമ് പറഞ്ഞിട്ടുണ്ട്. വസബബുഹു, ഇതിന്റെ കാരണം, റൗദന്റെ ഇബാറത്ത് തേടിയതിന്റെ കാരണം, അന്ന റാഫിയ അബ്ബറ ബിസൽബിൽ ഉമൂമി,
റാഫി ഇമാമ് ഇവിടെ ഇബാറത്ത് കൊടുത്തത് സെൽബുൽ ഉമൂമ് കൊണ്ടാണ്. ഉമൂമിനെ സെൽബ് ചെയ്യാം, ഉമൂമിനെ നഫി. എങ്ങനെയുള്ള അൽ മുസ്തറത്തി ഷർത്താക്കപ്പെട്ട ഫീഹി ആ ഉമൂമിനെ സെൽബാക്കുന്നതിൽ ഷർത്താക്കപ്പെട്ട തഖദ്ദുമുൻ നഫി, നഫി മുൻകടക്കൽ. നഫി മുൻകടക്കണം എന്ന് ഷർത്താണ്. എന്തിനേക്കാൾ? അലാ കുല്ലിൻ, കുല്ലിനേക്കാൾ. വഹുവ റാഫി ഇമാമിന്റെ ആ തഅബീർ വലാ മസ്സു കുല്ലിമ യഹില്ലു നദറുഹു ബിൽ മഹാരിമി. വലാ മസ്സു കുല്ലിമ എല്ലാ ഓരോന്നിനെയും തുടരും ഹലാലല്ല. എല്ലാ ഓരോന്നിനെയും തുടരും ഹലാലല്ല. എങ്ങനത്തെ എല്ലാ ഓരോന്നുമാണ്? യഹില്ലു നദറുഹു, അത് കാണൽ ഹലാലാണ്. അപ്പൊ കാണൽ ഹലാലാകുന്നതൊക്കെ തൊടൽ ഹലാലല്ല. മിനൽ മഹാരിമി, മഹറമുകളിൽ. ബൽ ബാളു ഐ ബൽ ബാളു, മറിച്ച് ആ കാണൽ ഹലാലാകുന്നതിൽപ്പെട്ട ചിലത് മാത്രമേ ഹലാലാവുകയുള്ളൂ. അതായത് കാണൽ ഹലാലാകുന്നതിന്റെ ചിലത് മാത്രമേ തൊടൽ ഹലാലാവുകയുള്ളൂ. കൗലിക്കലി പറയും പോലെ ലാ യഹില്ലു ലി ഫുലാൻ തസവ്വജു കുല്ലു ഇംറാഅത്തിൻ, ഫുലാന് ഹലാലല്ല തസവ്വുജു കുല്ലി ഇംറാഅത്തിൻ, എല്ലാ ഓരോ പെണ്ണിനെയും വിവാഹം കഴിക്കൽ. എല്ലാ ഓരോ പെണ്ണിനെയും വിവാഹം കഴിക്കൽ ഫുലാന് ഹലാലല്ല എന്ന് നീ പറഞ്ഞാൽ, എല്ലാ ഓരോ പെണ്ണും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെന്താ? ചെറുത് കേട്ടാ എന്ന് പറയുമ്പോൾ. അപ്പൊ ഫഅബ്ബറ മുസല്ലിഫു, മുസല്ലിഫ് റഹ്മഹുല്ലാ ഇബാറത്ത് കൊടുത്തു. എവിടെ? റൗദയിൽ. ബി ഉമൂമി സൽബി, സൽബ് ആമാണ്, ആകൽ കൊണ്ട് പറഞ്ഞു. എങ്ങനത്തെ ഉമൂമു സൽബാണ്? അൽ മുസ്തറത്തി ഫീഹി, അതിൽ ഷർത്താക്കപ്പെട്ട തഖദ്ദുമുൽ ഇസ്ബാത്തി, ഇസ്ബാത്ത് മുൻകടക്കൽ. അലാ കുല്ലിൻ, കുല്ലിനേക്കാൾ. കുല്ലിനേക്കാൾ ഇസ്ബാത്ത് മുൻകടക്കലാണ് അവിടെ ഷർത്ത്. സൽബുൽ ഉമൂമിന്റെ ഷർത്ത് എന്താണത്? കുല്ലിനേക്കാൾ നഫി മുൻകടക്കൽ. സൽബുൽ ഉമൂമിന്റെ അവിടെ ഷർത്തുള്ളത് കുല്ലിനേക്കാൾ നഫി മുൻകടക്കൽ. എന്നാൽ ഉമൂമു സൽബിന്റെ അവിടെ കുല്ലിനേക്കാൾ ഇസ്ബാത്ത് മുൻകടക്കൽ. ഫഖാല മുസല്ലിഫ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, യഹറുമു മസ്സു കുല്ലി മാ ഹല്ല നദറുഹു മിനൽ മഹറമി. യഹറുമു ഹറാമാണ്, മസ്സു കുല്ലി മാ ഹല്ല നദറുഹു, നോക്കൽ ഹലാലായ എല്ലാറ്റിനെയും തൊടൽ ഹറാമാണ്. മഹറമി, മഹറമി. എന്നാണ് മുസ്ലിം പറഞ്ഞത്. ഐ, ഒരു ഐ ഉണ്ടാവുക, എൻ്റെ തവണ ഐ ഇല്ല. ഐ കുല്ലു മാ ലാ യഹറമു നദറുഹു മിൻഹു, യഹറമു മസ്സു കുല്ലി മാ ഹല്ല നദറുഹു മിനൽ മഹറം. അവിടെ വ്യാഖ്യാനിക്കാം. യഹറുമു ഹറാമാണ്, കുല്ലു മസ്സു കുല്ലിമ എല്ലാ ഒന്നും തൊടൽ, ഹല്ല നദറുഹു അത് നോക്കൽ ഹലാലാണ്, നോക്കൽ ഹലാലായ എല്ലാറ്റിനെയും തൊടൽ ഹറാമാണ് മഹറമിൽ. ഐ കുല്ലു മാ ലാ യഹറമു
നദറു. കുല്ലുമായ എല്ലാ ഓരോന്നും. ലാ യഹറമു നദറുഹു, അതിനെ നോക്കൽ ഹറാമില്ല. മിൻഹു, ആ മഹറമിൽ നിന്ന്. ഹത്താ യുതാബിഖ മാ ദക്കറഹു. എന്തിനാണ് അങ്ങനെ? താൻ പറഞ്ഞ ഒന്നിനോട് യോജിക്കാൻ വേണ്ടി. അനി അൽ ഇസ്ലമി, ഇസ്ലമി പറഞ്ഞിരിക്കുന്ന ഒന്നിനോട് യോജിക്കാൻ വേണ്ടി. അവൻ ആദ്യമായി മിൻ ഷർത്തി സൽബിൽ ഉമൂമി, സൽബിൽ ഉമൂമിന്റെ ഷർത്തിലാണ്. റുമൂമിനെ സെൽബ് ചെയ്യാനുള്ള ഷർത്ത്. അവിടെ സൽബിൽ ഉമൂമിന്റെ ഷർത്ത് നഫി കുല്ലിനേക്കാൾ മുൻകടക്കണം. നഫി കുല്ലിനേക്കാൾ മുൻകടക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ കൗലുഹു, അപ്പൊ തന്റെ വാക്ക്, ഇസ്ലമി ഇമാമിന്റെ വാക്ക്, അൽ മുസ്തറത്ത് ഫീഹി തഖദ്ദുമുൻ നഫി അലാ കുല്ലി. അങ്ങനെ പറഞ്ഞ് അവസാനം വരെ പറഞ്ഞ വാക്ക് യതായ തൗബീൽ, അതിനെ തൗബീൽ ചെയ്യൽ നിജമാവും. എന്തുകൊണ്ട്? ബി അന്നൽ മുറാദ ബി തഖദ്ദുമുൽ ഇസ്ബാത്തി അലാ കുല്ലി, കുല്ലിനേക്കാൾ ഇസ്ബാത്ത് മുൻകടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം താഖുറു നഫി എന്ന, നഫി പിന്തുക എന്നാണ്. കുല്ലിനേക്കാൾ ഇസ്ബാത്ത് മുൻകടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നഫി കുല്ലിനെ തൊട്ട് പിന്തുക എന്നാണ്. അല അന്നഹു യഅതി ഫിൽ ഇലാഹി, എന്തോടുകൂടെ ഈലാഹിന്റെ ബാബിൽ വരുന്നു. ലിദാലിക, ഇതിന് തഹഖീഖ്, ഒരു തഹഖീഖ് വരുന്നു. തതഅയ്യനു മുറാജഅതുഹു, അത് മുറാജഅത്ത് ചെയ്യൽ നിജമാണ്. ഒരു തഹഖീഖ് അവിടെ പറയുന്നു. അപ്പോ വിഷയം പറഞ്ഞപ്പോ എന്താണ് മത്തിന് അറിയിച്ചത്? നോക്കൽ ഹലാലാകുന്നിടത്ത് മസ് ഹലാലാണ് എന്നൊരു കായിക കിട്ടി. പക്ഷെ അതെന്തല്ല, അത് കുല്ലിയായ കായികല്ല. അവിടെ പറഞ്ഞത് അഗലബിയാണ്. എന്നിട്ട് അതിന് പിന്നെ പറഞ്ഞു അന്യപുരുഷന്മാർക്ക് ചില സന്ദർഭങ്ങളിൽ അന്യ സ്ത്രീയുടെ മുഖം കാണൽ ഹലാലാണ്. ചില പ്രത്യേക സാഹചര്യം അവിടെ കാണൽ ഹലാലായതുകൊണ്ട് തൊടൽ ഹലാലാകുന്നില്ല. അതേപോലെ യജമാന സ്ത്രീക്ക് അടിമയെ കാണൽ ഹലാലാകുന്നുണ്ട്. അതേപോലെ അടിമക്ക് യജമാനയെ കാണലും ഹലാലാണ്. കാണൽ ഹലാലാണ്, പക്ഷേ എന്തുമില്ല, തൊടൽ ഹലാലല്ല. അതേപോലെ മംസൂഹിന് നോക്കൽ ഹലാലാന്ന് പറഞ്ഞു, എന്നാൽ മംസൂഹിനെ തൊടൽ പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെ വമാ ഹല്ല നദറുഹു മിൻ മഹറം, മഹറമിൽ നിന്ന് കാണൽ ഹലാലായതുണ്ടാകും. പക്ഷെ ചിലപ്പോൾ അത് തൊടൽ ഹലാലായിക്കൊള്ളും എന്നില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നെ പറഞ്ഞത് ആവശ്യമില്ലാതെ ഷഫക്കത്തും കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല,
ഈ മഹറമിനെ തൊടലും ചുംബിക്കലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. കൈ പോലും പാടില്ല. അങ്ങനെയാണ് റൗദയുടെ ഇബാറത്ത് അറിയിക്കുന്നത്. റൗദ മുസന്നിഫിൽ കിതാബ. ഇസ്ലവി ഇമാമ് പറഞ്ഞ് അത് ഇജ്മാഉൽ ഉമ്മത്തിന്റെ എതിരാണല്ലോ എന്നതിനെപ്പറ്റി ഇസ്ലവി പറഞ്ഞു. അങ്ങനെ റൗദന്റെ ആ ഇബാറത്ത് അങ്ങനെ തോന്നിപ്പിക്കാനുള്ള കാരണം എന്താണ്? അതും ഇസ്ലവി ഇമാമ് പറഞ്ഞു. ഇസ്ലവിന്റെ വാക്കാണത്. റാഫി ഇമാമ് കൊടുത്തിരിക്കുന്നത് സൽബുൽ ഉമൂമ് കൊണ്ടാണ് ഇബാറത്ത്. സൽബുൽ ഉമൂമിൽ ഷർത്ത് എന്താണ്? നഫി മുൻകടക്കണം കുല്ലിലേക്ക്. അപ്പോൾ ആ ഇബാറത്ത് എന്താണ്? വല മസ്സു കുല്ലി മാ യഹില്ലു നദറുഹു മിൻ മഹാരിം. മഹാരിമിൽ നിന്ന് നോക്കൽ ഹലാലായതൊക്കെയും തൊടൽ ഹലാലാകൂല എന്നാ പറഞ്ഞു. അപ്പോൾ ഒക്കെ ഹലാലല്ല എന്ന് പറയുമ്പോൾ എന്തായി? ബാദ് ഹലാലാണ്. ഏതുപോലെ? അതിന് ഉദാഹരണം പറഞ്ഞു. ഫുലാന് ഹലാലല്ല എല്ലാ സ്ത്രീകളെയും വിവാഹം കഴിക്കും. ലാ യഹില്ലു എന്ന നഫി ആദ്യം വന്നു. തസവുജ് കുല്ലിൻ എന്ന കുല്ല് പിന്നീട് വന്നു. അപ്പം എന്തായി? എല്ലാ പെണ്ണിനെയും കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചില പെണ്ണ് കഴിക്കാം. നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്. ലാ അതിന്റെ മുമ്പ് പറഞ്ഞത് വലാ മസുക്കുല്ലി മാ യഹല്ലു നദറു. മഹാരിമിൽ നിന്ന് നോക്കൽ ഹലാലായത് ഒക്കെയും തൊടാൻ പാടില്ല. ഒക്കെയും തൊടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചെറുത് തൊടാൻ പാടില്ല. അപ്പൊ അങ്ങനെ റാഫി ഇമാമിന്റെ ഇബാറത്തിൽ വന്നിരിക്കുന്നത് സൽബുൽ ഉമൂമ് കൊണ്ടാണ് റാഫി ഇമാമ് ഇബാറത്ത്. സൽബുൽ ഉമൂമിൽ ഷർത്തുള്ള നഫി മുൻകടക്കുക കുല്ലിനേക്കാൾ എന്നാണ്. എന്നാൽ അതിന് മുസന്നിഫ് ഇബാറത്തിട്ടതോ ഉമൂമ് സൽബ് കൊണ്ടാണ് ഇബാറത്ത്. ഉമൂമ് സൽബ് ഇബാറത്ത് ഷർത്ത് എന്താണ്? കുല്ലിനേക്കാൾ ഇസ്ബാത്ത് മുൻകടക്കൽ ഷർത്താണ്. കുല്ലിനേക്കാൾ ഇസ്ബാത്ത് മുൻകടക്കൽ ഷർത്താണ്. അപ്പോൾ അതിന്റെ വ്യാഖ്യാനമാണ് ശേഷം പറഞ്ഞത്. ഇസ്ബാത്ത് മുൻകടക്കാതെ പറഞ്ഞാൽ നഫി പിന്തുക കുല്ലിനേക്കാളല്ല. മറ്റൊരുത്താവുമ്പോൾ നഫി മുൻകടക്കും. അപ്പൊ അങ്ങനെ മുസന്നിഫ് എന്ന് പറഞ്ഞു യഹ്റുമു മസ്സു കുല്ലി മാ ഹല്ല നദറു മിൻ മഹരം. മഹറമിൽ നിന്ന് നോക്കൽ ഹലാലായത് എല്ലാം തൊടൽ ഹറാം. നോക്കൽ ഹറാമായതൊക്കെ, നോക്കൽ ഹലാലായതൊക്കെ, നോക്കൽ ഹലാലായതൊക്കെ തൊടൽ ഹറാം. എന്ന് പറഞ്ഞു. അപ്പോ യഹ്റുമു മസ്സു കുല്ലി മാ ഹല്ല നദറുഹു മിൻ മഹറമി എന്ന് പറഞ്ഞിടത്ത് നഫിണ്ടോ? യഹ്റുമു മസ്സു കുല്ലി മാ ഹല്ല നദറുഹു മിൻ മഹറമി എന്ന് പറഞ്ഞിടത്ത് നഫിണ്ടോ? യഹ്റുമു എന്നുള്ള മുസബത്തല്ലേ. പിന്നെ വ്യാഖ്യാനിക്കുമ്പോൾ നഫിണ്ടോ? യഹ്റുമു ലാ യജൂസു എന്ന് വ്യാഖ്യാനിക്കും. അപ്പൊ ലാ യജൂസു മസ്സു കുല്ലി മാ ഹല്ല നദറുഹു, നോക്കൽ ഹലാലായ എല്ലാം തൊടല് ജായിസല്ല. അപ്പൊ അതിന് വ്യാഖ്യാനം കൊടുത്തപ്പോ എന്താ? കുല്ലുമാല യഹ്റുമു നദറുഹു മിൻ,
ആ മഹറമിൽ നിന്ന് നോക്കൽ ഹറാമല്ലാത്തതൊക്കെ നോക്കൽ ആകാത്തതൊക്കെ എന്ന് അവിടെ വ്യാഖ്യാനം. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇസ്ലാമിമാമ് പറഞ്ഞത് ഇത് യോജിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ